ഈ ലോകത്തിലെ വലിയ സമ്പന്നരായ വാറൻ ബഫറ്റ് ഒക്കെ പറയുന്നത് വീട് വയ്ക്കുക എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റീവ് സാധനമല്ല. അത് വീടിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് ഇതിൽ വാടകയ്ക്ക് താമസിച്ചാൽ മതി, നിങ്ങൾ വീട് വയ്ക്കേണ്ട കാര്യമില്ല, കാരണം ഇത് ഡിപ്രിസിയേഷൻ ഉണ്ടാവും, പിന്നെ അതിൽ നിന്ന് ഇത് പ്രൊഡക്റ്റീവ് അല്ല. വീട് നിങ്ങൾ താമസിക്കുന്നു, ഇത് വേറെ വാടകയ്ക്ക് കൊടുക്കുന്നില്ല, റവന്യൂ ജനറേറ്റ് ചെയ്യുന്നില്ല. ആ തരത്തിൽ ചിന്തിച്ചാൽ താങ്കൾ പറയുന്ന ഈ പ്രൊഡക്റ്റീവ് ഇതെന്നുള്ള രീതിയിൽ കാണാൻ പറ്റും ഒരു വീട് വയ്ക്കുന്നത്. ഒരു വീട് ഇപ്പോൾ ഒരു വീട് സമ്മതിച്ച് ഒരു വീടും ഒരു കാറായിട്ട് കമ്പയർ ചെയ്താൽ കാർ ഇസ് എ ഡെപ്രീഷിയേറ്റിംഗ് അസെറ്റ്. പക്ഷെ എല്ലാവരും വീട് വാങ്ങിക്കുന്നത് ഒരു അപ്രീഷിയേറ്റിംഗ് അസെറ്റ് ആയിട്ടാണ് വാങ്ങിക്കുന്നത്. അതിന്റെ കാരണം വീടുകൾക്ക് ഒരു സ്കേസിറ്റി ഉണ്ട്. ഓക്കെ, ആൻഡ് ദാറ്റ് ഇസ് വൈ ദ വാല്യൂ ഓഫ് ഹൗസിംഗ് ഗോസ് അപ്പ്. പക്ഷേ നമ്മൾ എക്കണോമിക്കലി ചിന്തിക്കുവാണെങ്കിൽ നമ്മൾ ഇപ്പോൾ പുത്തൻ പൈസ ലോൺ വഴി വരുവാന്ന് വെച്ചോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു 2 എക്സാമ്പിൾ എടുക്കാം. ജെയിംസ് ഒരു 10 വർഷം പഴയ വീട് 1 കോടിക്ക് മേടിച്ച് HDFC ബാങ്കിന് ലോൺ എടുത്ത്. ഓക്കെ, പഴയ വീട് മേടിച്ചു, ഒരു പഴയ വീട് മേടിച്ച്. അപ്പോൾ ആ 1 കോടി പുത്തൻ പൈസയാണ്. പക്ഷേ GDPക്ക് എന്തെങ്കിലും കിട്ടിയോ? ഇല്ലല്ലോ. 10 വർഷം മുമ്പേ ഉണ്ടാക്കിയ വീടാണ്. അപ്പോൾ പുതിയതായിട്ട് വീടൊന്നും വന്നില്ല നമ്മുടെ രാജ്യത്ത്. സെക്കൻഡ് എക്സാമ്പിൾ, ജെയിംസ് ഒരു ബിൽഡറിന്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ ക്ലേസസ് കൺസ്ട്രക്ഷൻ്റെ സൈഡിൽ നിന്ന് ഒരു പുതിയ ഫ്ലാറ്റ് മേടിച്ചു, അതിന് 1 കോടി രൂപ. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷനിൽ നമ്മുടെ GDPയിൽ ഒരു പുതിയ ഫ്ലാറ്റ് വന്നു. സോ ഞാനിപ്പോൾ സെക്കൻഡ് എക്സാമ്പിൾ പറഞ്ഞത് ഇസ് എ പ്രൊഡക്റ്റീവ് ലോൺ. ദ ഫസ്റ്റ് എക്സാമ്പിൾ ഇസ് എ നോൺ പ്രൊഡക്റ്റീവ് ലോൺ. അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യയിലും വെളിയിലും അറ്റ് ദിസ് സ്റ്റേജ് 70% ലോൺസ് ആർ നോൺ പ്രൊഡക്റ്റീവ് ലോൺസ്. സോ ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കി എടുത്താൽ we can really change the economic equation. So I feel India will dominate the world economy. അപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞു ഇന്ത്യയുടെ പ്രായം ഏജ് 28 വയസ്സേ ഉള്ളൂ. ചൈനയുടെ 39 പോയിന്റ് സംതിങ് ആണ് അമേരിക്കയുടെ. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സ് ഉള്ള ലോകത്തിലെ രാജ്യം ഇന്ത്യയാണ്. കാരണം ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള രാജ്യമാണ്. ചൈനയെ ഓവർടേക്ക് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ ഒരു ഇപ്പോഴത്തെ ഇതിൽ താങ്കൾ പറഞ്ഞ പോലെ ഈ ബാങ്കിങ് സിസ്റ്റം കംപ്ലീറ്റ്ലി മാറ്റിയാൽ ഇന്ത്യ നമ്പർ 1 ശക്തിയായിട്ട് വരും. So let this be on record, okay? Because if in India നമ്മൾ ഈ ഫൈനാൻഷ്യൽ സെക്ടർ നമ്മൾ കറക്റ്റായിട്ട് ഡിസൈൻ ചെയ്യുവാണെങ്കിൽ India will unleash on the world a level of productivity, innovation and progress that the world has never seen till today. അല്ല, ഇത് എന്തുകൊണ്ട് നമ്മുടെ ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല? I feel we are not questioning the foundational rules behind how the system is working. നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് പറയാണ് നമ്മുടെ എസെൻഷ്യൽ ഐറ്റംസിന്റെ വില കൂടുമ്പോൾ അത് പൈസയുടെ ക്വാണ്ടിറ്റി കൂടിയത് കൊണ്ടാണ്, അതുകൊണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുമ്പോൾ നമ്മൾ ഡിമാൻഡ് കുറയ്ക്കും. ഈ ബേസിക് ഇക്കണോമിക് ചിന്തകളാണ് നമ്മുടെ എക്കണോമിക്സ് ഒക്കെ സംസാരിക്കുന്നത്. ഇത് സത്യമല്ല. The reality is that only the essential items have a fixed demand, okay? And if the essential items prices are going up, it is because of a shortfall in supply.